എന്താണ്? നമ്മൾ എക്കണോമിക്സ് എന്നാണ് സബ്ജക്റ്റിന് പേര് കൊടുത്തിരിക്കുന്നത് അല്ലെ? എക്കണോമിക്സ് അതൊരു ഡിസിപ്ലിൻ ആണ്. എക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസ് ആണ്, ഒരു ബിഹേവിയറൽ സയൻസ്. നമ്മൾ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു, എക്കണോമിക്സ് ഇസ് നോട്ട് എ പ്യുവർ സയൻസ്. എക്കണോമിക്സ് ഒരു പ്യുവർ സയൻസ് അല്ല, അതൊരു സോഷ്യൽ സയൻസ് ആണ്, അതൊരു ബിഹേവിയറൽ സയൻസ് ആണ്. നിങ്ങൾക്കറിയാം സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ? ആണല്ലോ, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ചേരുന്നതാണ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട്. അത് എവിടെ വെച്ച് നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞാലും അതിന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് സെയിം ആയിരിക്കും. ആണല്ലോ, സയൻസിന്റെ നിങ്ങളുടെ കെമിക്കൽ ഇക്വേഷൻസ് എടുത്ത് നിങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കൂ, എവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. അതേസമയം എക്കണോമിക്സ് എന്ന് പറയുന്ന പ്യുവർ സയൻസ് അല്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ജോഗ്രഫിക്കൽ ഏരിയ മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സ്വഭാവം ബിഹേവിയർ ചേഞ്ച് ആകുന്നതിനനുസരിച്ച് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും ചേഞ്ച് ആകുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും ചേഞ്ച് ആകുന്നു. അതുകൊണ്ട് എക്കണോമിക്സിന് നമ്മളൊരു ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നു. ജനങ്ങളുടെ ബിഹേവിയർ മാറുന്നു, അതിനനുസരിച്ച് എക്കണോമിക്സിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും ചേഞ്ച് ആകും. നിങ്ങൾ നോക്കിയേ, ലോകത്തെല്ലാം തന്നെ ഈ പറയുന്ന പോലെ മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഒരു സംവിധാനം അതത് രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു, മോണിറ്ററി പോളിസി. ഈ മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തെമ്പാടും ഒരേ രീതിയിലുള്ള മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നുണ്ടോ? ഇല്ല. ഓരോ രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവത്തിനനുസരിച്ച് മോണിറ്ററി പോളിസിയിലും എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ബിഹേവിയർ അല്ലെങ്കിൽ സൊസൈറ്റി. എക്കണോമി എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക്സ് നിന്ന് വ്യത്യാസം പെടുന്നത് എങ്ങനെയാ? എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പ്യുവർ ഡിസിപ്ലിൻ ആണ്, ഒരു പ്രത്യേക സബ്ജക്റ്റ് ആണ്. അതേസമയം എക്കണോമി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ ആണ്. ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ. നമ്മൾ പറയാറില്ല ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നാണ് നമ്മൾ പറയുന്നത്. കേരള എക്കണോമി, ഗ്ലോബൽ എക്കണോമി എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതൊരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഈ ഒരു എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് എങ്ങനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് റിയാക്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കണോമി എന്ന് പറയുന്നത്, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്പദ്ഘടന, സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയുന്നതാണ്. എക്കണോമിക്സ് ഒരു സബ്ജക്റ്റ് ആണ്. എക്കണോമി ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അതിനാണ് എക്കണോമി എന്ന് പറയുന്നത്. ഇനി എക്കണോമീസിനെ അല്ലെങ്കിൽ എക്കണോമിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ്. ഇനി എന്താണ് ഈ ഡിവിഷന്റെ കാരണം എന്ന് നമുക്ക് ആദ്യം നോക്കണം. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്കണോമികളെ പലതായിട്ട് ഡിവൈഡ് ചെയ്തത്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ, ക്യാപിറ്റലിസ്റ്റ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അമേരിക്ക ഒരു കുത്തക മുതലാളിയാണെന്നൊക്കെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. എന്തിന് അമേരിക്ക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നു? ഇനി ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, അല്ലെങ്കിൽ USSR സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്താണ് അവരെ സോഷ്യലിസ്റ്റ് രാജ്യം, അല്ലെങ്കിൽ എന്താണ് ഒരു മുതലാളിത്ത രാജ്യം? ഇന്ത്യനെ നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് അതിനെ അങ്ങനെ വിളിക്കുന്നു? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് രാജ്യം അല്ലെങ്കിൽ ഈ മൂന്ന് തരത്തിലുള്ള ഡിവിഷൻ എന്നുള്ളത് നമുക്ക് നോക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മൾ നോക്കാനുള്ളത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട കേന്ദ്രീകൃത പ്രശ്നങ്ങൾ. ഇത് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാൻ പറ്റുന്ന പോർഷൻ ആണ് കേട്ടോ. NCERT അതുപോലെ എടുത്തിട്ടുള്ള പോർഷൻ ആണ്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെൻട്രൽ പ്രോബ്ലംസ്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, കേന്ദ്രീകൃത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തതെന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്. മലയാളം നിങ്ങൾക്കറിയാം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, എന്തളവിൽ ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതായത് ഈ മൂന്ന് ചോദ്യങ്ങളും ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്നു. അതായത് ഈ മൂന്ന് പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ ഇതിന് ഉത്തരം കണ്ടെത്തുന്നത് ആര്, അല്ലെങ്കിൽ ഈ പ്രശ്ന പരിഹാരം നടത്തുന്നത് ആര് എന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് സമ്പദ് വ്യവസ്ഥയെ ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് എക്കോണമി എന്ന് വിളിക്കുന്നത്. അതിനു മുന്നേ ഈ മൂന്ന് പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം വേഗത്തിൽ. എന്ന് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്തളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഒരു രാജ്യത്ത് തീരുമാനമെടുക്കാനുള്ള ആദ്യത്തെ ചോദ്യമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം. നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണമോ, അതോ ഡിഫൻസ് എക്യുപ്മെന്റ്സ് നിർമ്മിക്കണമോ, അതോ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ, കാറുകൾ മാത്രം നിർമ്മിച്ചാൽ മതിയോ? എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാലും അത് എന്ത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം. നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഒരു 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ.
അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 140 കോടി ജനങ്ങൾക്കും ധാന്യങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണ്ടേ? ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുമ്പോൾ 100 കോടി ജനങ്ങൾക്ക് മാത്രം ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. 140 കോടി ജനങ്ങൾക്കും ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ വാട്ട് ക്വാണ്ടിറ്റി, ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം? അതാണ് ഒന്നാമത്തെ പ്രശ്നം. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഇനി എന്ത് പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതിന് ഉത്തരം കണ്ടെത്തിയാൽ അത് ഏത് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്കൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ഒരു സാധനം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു ഉൽപ്പന്നം നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു സാധനം എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. പക്ഷെ അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെക്നോളജീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് എന്തെന്ന് പറയാം? ഒന്ന് ലേബർ ഇന്റൻസീവ് ടെക്നിക്സ്, ലേബർ ഇന്റൻസീവും മറ്റൊന്ന് ക്യാപിറ്റൽ ഇന്റൻസീവും. അപ്പൊ നോക്കി, എന്താണ് ഈ രണ്ട് സാധനങ്ങൾ? ഏതൊരു സാധനവും നമുക്ക് രണ്ട് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് ലേബർ ഇന്റൻസീവ്, അതായത് കൂടുതൽ തൊഴിലാളികളെ സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ തൊഴിലാളികൾക്ക് ജോലി കൊടുത്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. അവിടെ മെഷീനറീസ് വളരെ കുറവായിരിക്കും, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവായിരിക്കും, പകരം മെഷീൻസ് ഒക്കെ വളരെ കുറവാ, കൂടുതൽ തൊഴിലാളികൾ അവരുടെ കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവര് പണിയെടുത്തിട്ട് സാധനങ്ങൾ നിർമ്മിക്കുന്നു. അതിന് ലേബർ ഇന്റൻസീവ് ആണ്. അതേസമയം ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് വെച്ചാൽ എന്താണ്? മോഡേൺ ടെക്നോളജി. മനസ്സിലായോ? നമ്മുടെ കയ്യിലുള്ള കാശ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മോഡേൺ ടെക്നോളജി കൊണ്ടുവരുന്നു. ഇവിടെ കൂടുതലും യന്ത്രവൽക്കരണം നടക്കുന്നു അല്ലെ. യന്ത്രവൽക്കരണം നടന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ തൊഴിലാളികളുടെ എണ്ണം, ലേബറേഴ്സിന്റെ എണ്ണം വളരെ കുറവായിരിക്കും, മെഷീൻസ് ആണ് കൂടുതൽ പണിയെടുക്കുക അല്ലെ. അതാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്. ഒരു സാധനം നമുക്ക് രണ്ട് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ലേബർ ഇന്റൻസീവ്, കൂടുതൽ തൊഴിലാളികൾ അപ്പോയിന്റ് ചെയ്ത സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് അല്ലെ, നമ്മൾ കയ്യിലുള്ള കാശ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പുതിയ പുതിയ മെഷീൻസ് കൊണ്ടുവരുന്നു, അതുവഴി എന്ത് ചെയ്യാം? ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം. അപ്പൊ ഒരു രാജ്യം, ഒരു സമ്പദ് വ്യവസ്ഥ ഉത്തരം കൊടുക്കണം, കൂടുതൽ തൊഴിലാളികൾ അപ്പോയിന്റ് ചെയ്യണോ അതോ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ഇന്റൻസീവിലോട്ട് പോവുകയാണ്. അതായത് ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും മെഷീൻസ് മാത്രമേ ഉള്ളൂ, തൊഴിലാളികൾക്കൊന്നും ജോലിയില്ല, മെഷീൻസ് മാത്രമാണെങ്കിൽ അവിടെയുള്ള പ്രശ്നം എന്താ? പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് കൂടുതലായിരിക്കും. പൊതുവെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ്. ഇനിയും കൂടുതൽ ആൾക്കാർക്ക് തൊഴിലില്ലായ്മ ഉണ്ടാകും, അല്ലെങ്കിൽ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, മെക്കനൈസേഷൻ, മെഷീൻസ് വരുന്നതോടുകൂടി. പക്ഷെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടും അല്ലെ, ഉൽപാദനക്ഷമത കൂടും, വേഗത്തിൽ ഉൽപാദനം നടക്കും അല്ലെ, വേഗത്തിൽ ഉൽപാദനം നടക്കുന്നു, വേഗത കൂടുന്നു, അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ റേറ്റും കുറവായിരിക്കും. മെഷീനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ റേറ്റ് കുറവായിരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അതേസമയം നമ്മൾ ലേബർ ഇന്റൻസീവ് ആണെങ്കിലോ, നമ്മൾ ലേബർ ഇന്റൻസീവ് ടെക്നിക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് ലേബർ ഇന്റൻസീവിലോട്ട് പോയി കംപ്ലീറ്റ് ആയിട്ട് തൊഴിലാളികളെ മാത്രം അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം സംഭവിക്കും? അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയും അല്ലെ, നമ്മുടെ കോമ്പറ്റീറ്റീവ്നെസ് നഷ്ടപ്പെടും. കാരണം നമുക്ക് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം മെഷീൻസ് കൊണ്ട് വേഗത്തിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് മാത്രം തൊഴിലാളികൾ മാത്രം അപ്പോയിന്റ് ചെയ്ത് പരമ്പരാഗത രീതിയിലുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും നടക്കുക. അപ്പൊ രണ്ട് എക്സ്ട്രീമും അല്ല നമുക്ക് ആവശ്യം, നമുക്കൊരു മിഡിൽ ഗ്രൗണ്ട് പിടിക്കുക അല്ലെ. അപ്പൊ ഒരു രാജ്യം തീരുമാനം എടുക്കണം അവിടെ ഏത് രീതിയിലുള്ള ടെക്നോളജി യൂസ് ചെയ്യണം, എന്ത് യൂസ് ചെയ്താണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സാധനം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, ഇന്ത്യയുടെ കേസ് എടുക്കുക, ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും അത് കാശ് കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് പറയാം. അത്രത്തോളം കപ്പാസിറ്റി ഉള്ള ആൾക്കാരല്ല ഇന്ത്യയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർക്ക് തീരുമാനമുണ്ട്, ഇത് കസ്റ്റമേഴ്സിൽ, അതായത് ഇത് ജനങ്ങളിൽ എത്തണം, ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നൊരു ധാരണ ഉണ്ടാകണം അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഗതി അവിടെയാണ് വരുന്നത്. ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല, കയ്യിൽ അത്രത്തോളം കാശില്ല. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സർക്കാർ ഇവിടെ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ, പൊതുവിതരണ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള ഫെയർ പ്രൈസ് ഷോപ്പുകൾ, റേഷൻ കടകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത്. മനസ്സിലായല്ലോ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചോദ്യം. അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഒരു സമ്പദ് വ്യവസ്ഥ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ആരാണ് ഉത്തരം കണ്ടെത്തുന്നത്, ആരാണ് ഇതിന് ഉത്തരം കണ്ടെത്തുന്നത്, അതിനടിസ്ഥാനപ്പെടുത്തി നമ്മുടെ എക്കണോമീസിനെ എന്ത് ചെയ്യാം, മൂന്നായിട്ട് തരംതിരിക്കാം. അതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കണോമി, മിക്സഡ് എക്കണോമി. ക്ലിയർ ആയല്ലോ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നത് ആര്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് എക്കണോമി നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്.
ഒന്നാമത്തത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി നമ്മൾ എല്ലാവരും പറയുന്ന പോലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. നമ്മൾ പലപ്പോഴും പല രാഷ്ട്രീയക്കാരും ചർച്ചകളിലൊക്കെ കൊണ്ടുവരാറുണ്ടല്ലേ, മുതലാളിത്ത രാജ്യങ്ങളുമായിട്ടുള്ള ചങ്ങാത്തം ഒഴിവാക്കുന്നു, ഇന്ത്യ കൂടുതൽ മുതലാളിത്ത രാജ്യങ്ങളോട് അടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ആ മുതലാളിത്ത രാജ്യത്ത് ഞാൻ പോകില്ല എന്നൊക്കെ ചില രാഷ്ട്രീയക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? അതിൽ നമ്മൾ പ്രൈവറ്റ് എന്റർപ്രൈസ് സിസ്റ്റം, ഫ്രീ എന്റർപ്രൈസ് സിസ്റ്റം, മാർക്കറ്റ് എക്കണോമി എന്നൊക്കെ പറയാറുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ആദം സ്മിത്ത് മുന്നോട്ട് വെച്ചില്ലേ ലേസർ ഫെയർ തിയറി അല്ലെങ്കിൽ ഫ്രീ എക്കണോമി, അതിന്റെ ബേസിസിൽ പ്രവർത്തിക്കുന്നതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. വിത്തൗട്ട് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. അവിടെ എന്ത് പാടില്ല? ഗവൺമെന്റിന്റെ ഇടപെടൽ പാടില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഗവൺമെന്റിന്റെ ഇടപെടൽ പാടില്ലാത്ത സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഗവൺമെന്റ് ഇടപെടില്ലെങ്കിൽ ആര് തീരുമാനം എടുക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാൾക്കാരുണ്ടല്ലേ തീരുമാനം എടുക്കാൻ. ആരൊക്കെയാണ് അവർ? ഒന്ന് ഡിമാൻഡ്, മറ്റൊന്ന് സപ്ലൈ അല്ലെ. ഇതിന് രണ്ടിനെയും കൂടെ ചേർത്താണ് നമ്മൾ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ, മനസ്സിലായല്ലോ? ഡിമാൻഡും സപ്ലൈയും കൂടെ ചേർന്നാണ് അവിടെ ഒരു മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്ന രണ്ട് ഫോഴ്സസ് ആണ് ഡിമാൻഡും സപ്ലൈയും. ഈ മാർക്കറ്റ് ആണ് കാര്യങ്ങൾ തീരുമാനം എടുക്കുക. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീടിനടുത്ത്, നിങ്ങളൊരു ഗ്രാമപ്രദേശമുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ വീടിനടുത്ത് ഒരു കട തുടങ്ങി. ആ കടയിൽ നിങ്ങൾ ചെന്നിട്ട് ഒരു കവർ പാല് ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നു നമ്മുടെ കടയിൽ പാലില്ല, പുതിയതായിട്ട് തുടങ്ങിയ കടയാണ്, പാലില്ല എന്ന് പറയുന്നു. നിങ്ങൾ പോയതിനു ശേഷം വേറൊരാൾ വന്നിട്ട് ഒരു കവർ പാല് ചോദിക്കുന്നു, അവരുടെ പാലില്ല. പിന്നെയും വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പാല് ചോദിക്കുന്നു, പാലില്ല. അപ്പൊ കച്ചവടക്കാരൻ എന്ത് മനസ്സിലായി? പാല് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് വിറ്റ് പോകുന്ന ഒരു സാധനമാണ് അല്ലെ. കാരണം എന്തുണ്ട്? ആ പാലിന് ഡിമാൻഡ് ഉണ്ട് അല്ലെ. പിറ്റേ ദിവസം കച്ചവടക്കാരൻ എന്ത് ചെയ്യും? പാല് മേടിച്ചു വെക്കും. അപ്പൊ അവിടെ സപ്ലൈ വന്നില്ലേ? വിൽക്കാൻ വേണ്ടി പാല് കൊണ്ടുവന്നല്ലോ. അതിന്റെ അർത്ഥം എന്താ? ജനങ്ങൾ അവിടെ എന്ത് ഡിമാൻഡ് ചെയ്തു അതാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇതിനാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് ആണ്, ഡിമാൻഡും സപ്ലൈയും കൂടെ ചേർന്നാണ് അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റുകളിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ട, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളിലെ അവിടെ മുന്നിലിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ട്. കാരണം നിങ്ങൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതാണ് അവർ എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത് അല്ലെ. പ്രൈവറ്റ് എന്റർപ്രൈസുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെ വിൽക്കുന്നത്. ഫ്രീ എന്റർപ്രൈസുകൾ എന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ് ഫ്രീ എന്റർപ്രൈസ്? നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്? ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. ഫ്രീഡം ഓഫ് ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം അല്ലെ. നിങ്ങൾക്ക് അല്ലാതെ കടക്കാർ പറയും ഇത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല എന്ന് പറയോ? ഇല്ല. ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് അവിടെ മാർക്കറ്റ് ആണ് തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ സപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഇതിനെ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നു. ഫ്രീ എന്റർപ്രൈസ് സിസ്റ്റം എന്ന് പറയുന്നു. പ്രൈവറ്റ് എന്റർപ്രൈസ് സിസ്റ്റം എന്ന് എന്ത് ചെയ്യാറുണ്ട്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് അതുപോലെ തന്നെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് എന്റർപ്രൈസ് അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റ് മെക്കാനിസം, പ്രൈസ് മെക്കാനിസം ആണ് പ്രധാനമായിട്ട് ഇവിടെ തീരുമാനം എടുക്കുന്നത്. ഇവിടെ എന്തുണ്ട്? ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം തിരഞ്ഞെടുക്കാം. ആരും നിങ്ങളുടെ മേലെ റെസ്ട്രിക്ഷൻ ഒന്നും വച്ചിട്ടില്ല. ഇനി പ്രത്യേകത എന്താ? ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. അവരുടെ ലക്ഷ്യം, അവരുടെ പ്രധാനപ്പെട്ട മോട്ടീവ് പ്രോഫിറ്റ് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ലാഭം ഉണ്ടാക്കുക. നിങ്ങൾ നോക്കിയ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ലാഭം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. പ്രോഫിറ്റ് മോട്ടീവ് ആണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതാണല്ലോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി മറ്റൊരു കാര്യമായി ആലോചിച്ച് നോക്കിയേ. ഇവിടെ സമത്വം എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റുമോ? അതായത് സ്വകാര്യ സ്ഥാപനങ്ങൾ, ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഇക്വാലിറ്റി എന്നൊരു സംഗതി നമുക്ക് പറയാൻ പറ്റും. അതായത് പൈസ ഇല്ലാത്ത ആൾക്കാർക്കും പൈസ ഉള്ളവർക്ക് കിട്ടുന്ന പോലത്തെ എല്ലാ സേവനങ്ങളും സാധനങ്ങളും ലഭ്യമാണോ? അല്ല, ഒരിക്കലും അല്ല അല്ലെ. കാരണം ഇവിടെ എന്താണ്? ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. നോ ഇക്വാലിറ്റി. കാരണം പൈസ ഉള്ളവർക്ക് ഇഷ്ടമുള്ള സാധനം, അവർക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാം. പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടണമെന്നില്ല. അപ്പൊ ഇവിടെ സമത്വം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ കാണാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? അപ്പൊ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ പ്രത്യേകത അതാണ്. അവിടെ എന്താണ്? മാർക്കറ്റ് ആണ് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, പ്രോഫിറ്റ് മോട്ടീവ് ആണ്, സമത്വമില്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി USA-നെയും UK-നെയും കാനഡ, അതായത് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിനെയും USA-നെയും UK-നെയൊക്കെ അല്ല കാനഡയിനെയൊക്കെ എന്ത് പറയാറുണ്ട്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടില്ലേ കുത്തക മുതലാളിയാണ് അമേരിക്ക എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് പഠനത്തിന് വേണ്ടി നമുക്ക് ഇവരെ എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് വിളിക്കാം.
ഇനി നമുക്ക് ഇതിലോട്ട് ഈ എക്സാമ്പിളിലോട്ട് തിരിച്ചു വരാൻ കേട്ടോ. അവസാനം പോയിട്ട് ഇതിലോട്ട് തിരിച്ചു വന്നിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. തൽക്കാലം നിങ്ങൾ USA, UK, കാനഡ ഇത് മൂന്നും ക്യാപിറ്റലിസ്റ്റ് എക്കണോമികളാണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. നിങ്ങൾക്ക് അറിയാലോ, കാറൽ മാർക്സിനെയൊക്കെ പറ്റി നമുക്കറിയാം. അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ഡാസ് ക്യാപിറ്റലിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടല്ലോ, മൂലധനം. ഈ സോഷ്യലിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജിയാണ്, അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ഫിലോസഫിയാണ്, അതൊരു എക്കണോമിക് തോട്ടും കൂടെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ലോകത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ വരുന്നത് USSR-ലാണ്. നിങ്ങൾക്കറിയാലോ, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, സോവിയറ്റ് യൂണിയൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന 1991 വിഘടമായി പോയ, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ ഒരു രാജ്യമായിരുന്നു, ഒരു ഫെഡറേഷൻ അല്ലെങ്കിൽ യൂണിയൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയ അവതരിപ്പിക്കുന്ന സമ്പദ് വ്യവസ്ഥ USSR ആയിരുന്നു. മനസ്സിലായോ? USSR-ന്റെ പ്രത്യേകത എന്താ? ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? മാർക്കറ്റ് ആണോ? മാർക്കറ്റ് അല്ല. നമ്മൾ ഇവിടെ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാണെന്ന് പറഞ്ഞു? മാർക്കറ്റ് ആണ്. അതായത് ഡിമാൻഡും സപ്ലൈയും. നിങ്ങൾ പാല് വേണോന്ന് പറഞ്ഞു, ആ കച്ചവടക്കാരൻ, ആ കടയിലുള്ള ചേട്ടൻ പ്രത്യേക ദിവസം ചേട്ടനോ ചേച്ചിയോ ആരോ ആയിക്കോട്ടെ പാല് വാങ്ങിച്ചു വെച്ചു. മാർക്കറ്റ് ആണ് അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. അതേസമയം സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് ഒരു സെൻട്രൽ അതോറിറ്റിയാണ്, ഒരു കേന്ദ്രീകൃത അതോറിറ്റി ഉണ്ട് കേട്ടോ. നമുക്കതിനെ സ്റ്റേറ്റ് എന്നോ ഗവൺമെന്റ് എന്ന് വിളിക്കും. ഗവൺമെന്റ് ആണ് അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നാളെ പോയിട്ട് റേഷൻ കടയുണ്ടല്ലോ, ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള റേഷൻ കടകളോ സപ്ലൈകോ സ്റ്റോറുകളോ എന്തോ ആയിക്കോട്ടെ, അവിടെ പോയിട്ട് പറയണം എനിക്കൊരു സപ്ലൈകോയിൽ പോകണം, റേഷൻ കടയിൽ പോയിട്ട് ബിരിയാണി അരി ആവശ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പാലൊന്ന് ആവശ്യപ്പെടും. ഓക്കെ, റേഷൻ കടയിൽ ഇരിക്കുന്ന ചേട്ടൻ്റെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പാൽ ആവശ്യപ്പെടുക. എന്നിട്ട് നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിനെ വിട്ടും പാൽ ആവശ്യപ്പെടിപ്പിക്കുക, 2-3 ദിവസം ആവശ്യപ്പെടുക. അത് കഴിഞ്ഞിട്ട് അവർ വാങ്ങിച്ച് വയ്ക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ നോക്കുക. വാങ്ങിച്ച് വയ്ക്കുന്നുണ്ടോ? നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ചിട്ടാണോ റേഷൻ കട പ്രവർത്തിക്കുന്നത്? അല്ല. അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന ഒരു സെൻട്രൽ അതോറിറ്റി, ഗവൺമെന്റ് പറയും ഇതൊക്കെ ഉള്ളൂ, വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോവുക, ആണല്ലോ. ഒരു സെൻട്രൽ അതോറിറ്റി, ഗവൺമെന്റ് ആണ് അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് അല്ലെ. റേഷൻ കട ഉദാഹരണം പറയാൻ കാരണം ഒരു ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ, ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള സ്ഥാപനം എന്നല്ല, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ അവിടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് മാർക്കറ്റ് അല്ല. നിങ്ങൾക്ക് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതല്ല അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ പറയുന്ന കാര്യം നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മേടിച്ചോണ്ട് പോവുക. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സെൻട്രൽ അതോറിറ്റിയാണ്. ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എക്കണോമികളുടെ ഒരു പ്രത്യേകതയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ 5 ഇയർ പ്ലാൻസിനെ പറ്റി കേട്ടിട്ടില്ലേ? ഈ പ്ലാനിങ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളുടെ ഒരു പ്രത്യേകത. എന്താ പ്ലാനിങ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലെ. അതായത് കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു. അതായത് ഞാൻ പഠിച്ചു തുടങ്ങിയാണ്, ഇത്ര മാസത്തിനകത്ത് ഞാൻ എൻ്റെ പോർഷൻസ് എല്ലാം കവർ ചെയ്യും, അതിനകത്ത് ഞാൻ എൻ്റെ സിലബസ് കവർ ചെയ്യുന്നു, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, റിവിഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യാണ്. മനസ്സിലായോ? അതായത് എന്താണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്റെ കയ്യിലുള്ള റിസോഴ്സസ് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ, മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നു കുറച്ച് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പ്ലാൻ ചെയ്യാറുണ്ടല്ലേ സമ്പദ് വ്യവസ്ഥകൾ. അതായത് ഇത്ര വർഷത്തേക്ക് മുൻകൂട്ടി കാര്യങ്ങൾ ഞാൻ തീരുമാനം എടുക്കുന്നു. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളുടെ പ്രത്യേകത, കാരണം അവിടെ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ളൊരു ഫ്രെയിം വർക്ക്, പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുന്ന അടുത്ത 5 വർഷം. അതാണ് 5 ഇയർ പ്ലാൻസ്. അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ രാജ്യങ്ങൾ ഇന്ന മേഖലകളിലാണ് ഊന്നൽ കൊടുക്കാനുള്ളത്, ഇന്ന ഗോൾസ് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ റിസോഴ്സസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനെയാണ് പ്ലാനിങ്. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്ന പൊതുവെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളുടെ പ്രത്യേകത. അത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ പ്ലാനിങ് ഇല്ലെന്ന് ചോദിച്ചാൽ പ്ലാനിങ് ഉണ്ട്. അതിനെപ്പറ്റി അതിന്റെ ഡെപ്തിൽ നമുക്ക് പ്ലാനിങ് എന്ന് പറയുന്ന പോർഷൻ പഠിക്കുന്ന സമയത്ത് നോക്കാം. തൽക്കാലം അറിഞ്ഞിരിക്കുക, പ്ലാനിങ് എന്ന് പൊതുവെ പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളുടെ പ്രത്യേകതയാണ്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും മാർക്കറ്റും ആണെന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിലോ ഗവൺമെന്റ് ആണ് പ്രധാനമായിട്ടും കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു അവിടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട് അല്ലെ. ഇവിടെയാണെങ്കിലോ ഇവിടെ നോ ഫ്രീഡം ഓഫ് ചോയ്സ്, അല്ലെങ്കിൽ മിനിമം ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഫ്രീഡം ഓഫ് ചോയ്സ് വളരെ കുറവാണല്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് മിനിമം, ഭയങ്കര മിനിമൽ ആണ് ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. കാരണം റേഷൻ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാൻ പറ്റുമോ? ഇല്ല. 2 തരത്തിലുള്ള അരി ഉണ്ടാകും, ഗോതമ്പ് മാവ് ഉണ്ടാകും, പിന്നെ വേറെ എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിലുണ്ട് അല്ലെ. ഫ്രീഡം ഓഫ് ചോയ്സ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടോ? ഇല്ല.
അവിടെ മിനിമൽ ആണ്, അല്ലെ ലിമിറ്റഡ് ആണ്. ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. കൃത്യമായിട്ടുള്ള വേർഡിന്റെ യൂസേജ് ലിമിറ്റഡ് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ് എവിടെ എന്ന് പറയാൻ പറ്റുക, സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ. ഇനി ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്തിലായിരിക്കും, പ്രോഫിറ്റ് മോട്ടീവിനാണോ പ്രവർത്തിക്കുന്നത്? നമ്മൾ പറഞ്ഞു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവിലാണെങ്കിൽ, സോറി, ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പ്രോഫിറ്റ് മോട്ടീവിനാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് മോട്ടീവ് ആണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. അതേസമയം സോഷ്യലിസ്റ്റ് എക്കണോമിയിലാണെങ്കിലോ ഇവിടെ എന്താ, വെൽഫെയർ അല്ലെ, ജനങ്ങളുടെ വെൽഫെയർ ആണല്ലോ. ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുക, സേവനം, അതാണ് അവരുടെ ലക്ഷ്യം. സർവീസ് മോട്ടീവ്. നിങ്ങൾ ആലോചിക്കുക, KSRTC എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അവർക്കും വലിയ പിടിയില്ല എന്തിനു വേണ്ടിയാണ്, പക്ഷെ അവർ പ്രവർത്തിക്കുന്നുണ്ടല്ലേ. ജനങ്ങൾക്ക് സേവനം കൊടുക്കുക, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, KSRTC എന്ന് പറയുന്ന സ്ഥാപനം. അതൊരു ഗവൺമെന്റ് സ്ഥാപനമല്ലേ, അവർ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങൾക്ക് സേവനം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതാണ് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പ്രത്യേകത, ജനങ്ങളുടെ വെൽഫെയർ അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനം എന്നുള്ളതാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത. ഇവിടെ എന്തുണ്ട്, ഇക്വാലിറ്റി ഉണ്ടല്ലേ, സമത്വം ആണല്ലോ. അവിടെ നമുക്ക് സമത്വം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നില്ല. അതേസമയം ഇവിടെ സമത്വം ഉണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറവാണ്, അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും തുല്യരാണ്, ഇക്വാലിറ്റി. ഇനി നമ്മൾ ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്ന USSR, ചൈനയൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ടും അറിയാം, ചൈന ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് എക്കണോമി ആണോ? നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് പഠിക്കാൻ വേണ്ടി. പക്ഷേ USSRഉം ചൈനയെ പറ്റി പറയാം, അതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ അല്ലേ, ഇതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇനി നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റിനെ പറ്റി പറഞ്ഞു, സോഷ്യലിസ്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പൊ രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും ഗുണങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്തുകൂടാ എന്നൊരു ചോദ്യം വരുന്നു അല്ലെ. ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് മിക്സഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, മിക്സഡ് എക്കോണമിയാണ്. കാരണം എന്താണ്, KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്, ഗവൺമെന്റ് സ്കൂൾ ഉണ്ട്, പ്രൈവറ്റ് സ്കൂൾ ഉണ്ട്, ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, പ്രൈവറ്റ് ആശുപത്രി ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, സാധാരണ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള മറ്റു മാർക്കറ്റുകളുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണോ എവിടുന്ന് വേണോ സാധനം മേടിക്കാം. ഫ്രീഡം ഓഫ് ചോയ്സിനെ നിങ്ങൾക്ക് ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ അല്ലെ. ഗവൺമെന്റ് മേഖലയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയും ഒരുപോലെ നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് സെക്ടർ, പൊതുമേഖല, സ്വകാര്യ മേഖല ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത, ചില സമയങ്ങളിൽ നമുക്ക് PPPയും കാണാൻ പറ്റില്ലേ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സിയാൽ എടുത്തോളൂ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആയിക്കോട്ടെ, വിഴിഞ്ഞം ആയിക്കോട്ടെ. അതായത് ഗവൺമെന്റും സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ മിക്സഡ് എക്കോണമിയിലുണ്ട്. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, രണ്ടിന്റെയും ഗുണങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള മിക്ക സമ്പദ് വ്യവസ്ഥകളും മിക്സഡ് എക്കോണമിയാണ് ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുടെ കാര്യം എടുത്ത് ഈ എല്ലാ രാജ്യങ്ങളിലും തന്നെ സമ്പദ് വ്യവസ്ഥകളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യുന്നുണ്ട് അല്ലെ. സമ്പദ് വ്യവസ്ഥകൾ, എക്കണോമിയിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ആലോചിച്ച് നോക്കിയേ, USSR ഇന്ന് ഇല്ല, 1990 അവർ പൂട്ടിപ്പോയി. അതിനുശേഷം ചൈനയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ചൈന അവരുടെ രാഷ്ട്രീയപരമായിട്ട് ഒരു സോഷ്യലിസം ആണ് ഫോളോ ചെയ്യുന്നെങ്കിൽ പോലും, ഭരണപരമായ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെങ്കിൽ പോലും സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന പക്ക ഒരു ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഒരു മിക്സഡ് എക്കോണമിയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ലേ. ഇപ്പൊ എല്ലാ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും ഇന്നൊരു മിക്സഡ് എക്കോണമിയാണ്. മിക്സഡ് എക്കോണമി ഇൻ ദ സെൻസ് പല രാജ്യങ്ങളും ക്യാപിറ്റലിസ്റ്റ് ആണ്, പക്ഷെ അവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ട്. അതുപോലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലും ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബിസിനസ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇന്ന് പ്യുവർ ഫോം ഓഫ് ക്യാപിറ്റലിസവും പ്യുവർ ഫോം ഓഫ് സോഷ്യലിസവും, അതായത് ഭരണത്തിന്റെ കാര്യത്തിലല്ല, എക്കണോമിയിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ പ്യുവർ ഫോം ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയോ പ്യുവർ ഫോം ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമിയോ നമുക്ക് കാണാൻ പറ്റത്തില്ല. മിക്ക രാജ്യങ്ങളിൽ നിന്നൊരു മിക്സഡ് എക്കോണമി മാതൃകയിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലെ, അത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ: മിക്സഡ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സഡ് എക്കോണമി. ഓക്കെ അല്ലെ. അപ്പൊ എന്തിന്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞു, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി ആര് പരിഹരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതിൽ മൈക്രോ പറഞ്ഞു, മാക്രോ, ദെൻ 3 എക്കണോമി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഒരു സമ്പദ് വ്യവസ്ഥ വെറുതെ നിലനിൽക്കത്തില്ല. സമ്പദ് വ്യവസ്ഥ വെറുതെ നിലനിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത്
നിങ്ങള് കൗടില്യൻ അറിയാലോ, ചാണക്യ അല്ലെങ്കിൽ കൗടില്യ, അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ലാക്ക് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു രാജ്യത്ത് കൃത്യമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ ആ രാജ്യം തകർന്നു പോകുന്നതിന് കാരണമാകും. മനസ്സിലായല്ലോ? നമ്മുടെ കൗടില്യ, ചാണക്യ, അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രക്കകത്ത് പറയുന്ന വരികൾ, അതായത് പണ്ട് ആ കാലം മുതൽ തന്നെ എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു രാജ്യത്തിന്റെ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള പോക്കിന് എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സമ്പദ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ? ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന, പൈസ ജനറേറ്റ് ചെയ്യുന്ന എന്തൊരു ആക്ടിവിറ്റിയും എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലെ? അവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പ്രൊഡക്ഷൻ, ഉൽപാദനം, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ തുടങ്ങിയ കാര്യങ്ങൾ, അതായത് സാധനങ്ങളുടെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു ലേബലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. ഇനി ഈ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് പല മേഖലകളായിട്ട് തരംതിരിക്കാം. ഇതിലോട്ട് നമുക്ക് വരാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലോട്ട് വരാം. അതിനു മുന്നേ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ നല്ല സ്വഭാവമാണോ, അങ്ങനെയല്ല, അത് എന്ത് തരത്തിലാണ് ആ സ്വഭാവം, അതായത് നമുക്ക് നോക്കാം. എന്ത് തരത്തിലുള്ള സ്വഭാവത്തിനനുസരിച്ച് ഈ പറയുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും 3 മേഖലകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നതിന്, എപ്പോഴും കൂടെ പറയും, തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാ, പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ ആൾക്കാരെയും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും, അതായത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടാകും, എക്കണോമിക്സിനെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ടാകും, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി സെക്ടേഴ്സ് ഓഫ് എക്കണോമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷറി സെക്ടർ. എന്താണ് പ്രൈമറി സെക്ടർ? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പേരിനകത്ത് ഉണ്ട് പ്രാഥമിക മേഖല. നമുക്കറിയാം, നമ്മുടെ പ്രൈമറി സോഴ്സ്, ലോകത്തിലുള്ള റിസോഴ്സ് നമുക്കറിയാം. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, റിസോഴ്സുകളെ പറ്റിയാണ് ലോകത്തിന് അടിയല്ലേ. ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും, എന്ത് പ്രശ്നമായിക്കോട്ടെ, റിസോഴ്സസിനെ പറ്റിയുള്ള പ്രശ്നമാണ് അല്ലെ? അവിടെ ഒരു ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ആണല്ലോ. കാരണം റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് റിസോഴ്സ്. ആ റിസോഴ്സ് ആവശ്യത്തിലധികം കിട്ടുന്നില്ല. മനസ്സിലായല്ലോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ റിസോഴ്സ്, പ്രൈമറി സോഴ്സ് ഏതാണ്? നമുക്ക് റിസോഴ്സ് പ്രധാനമായിട്ടും കിട്ടുന്ന പ്രാഥമിക സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി തന്നെയാണ് അല്ലെ? അപ്പൊ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന എല്ലാ തരത്തിലുള്ള റിസോഴ്സസും അതിനുവേണ്ടി നടത്തുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഏതിനകത്ത് ഉൾപ്പെടുത്തുന്നു? പ്രൈമറി സെക്ടർ. അപ്പൊ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് പ്രകൃതി, നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസും നടത്തുന്ന സെക്ടറാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിനകത്ത്? പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കൃഷി അല്ലെ, കാർഷിക മേഖല, നമ്മുടെ പ്രകൃതിയായിട്ട് നേരിട്ട് നടത്തുന്ന പ്രവർത്തനം അല്ലേ. അതിനകത്ത് എന്ത് വരുന്നുണ്ട്? ലൈഫ് സ്റ്റോക്ക് വരുന്നുണ്ട്, പൗൾട്രി ഫാമിംഗ് വരുന്നുണ്ട്, മത്സ്യബന്ധനം, അതുപോലെ തന്നെ എന്താ, കോഴി വളർത്തല്, ഈ പറയുന്ന മറ്റ് ലൈഫ് സ്റ്റോക്ക് വളർത്തൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃഷിക്കകത്ത് വരുന്നില്ലേ? കൃഷി അനുബന്ധ മേഖലയും. അതുപോലെ തന്നെ പ്രകൃതിയായിട്ട് മറ്റൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വാറികൾ, പാറക്കോറികൾ, അതെന്ന് പറയുന്ന പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ? മൈനിങ്, ഖനന പ്രവർത്തനങ്ങൾ, ഖനിയിലുള്ള പ്രവർത്തനങ്ങൾ, ഫിഷിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം തന്നെ പ്രാഥമിക മേഖല. എന്തുകൊണ്ട്? കാരണം നമ്മുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, അത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും പ്രൈമറി സെക്ടറിനകത്ത് വരുന്നുണ്ട്. അപ്പൊ പ്രൈമറി സെക്ടറിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി അഗ്രികൾച്ചർ ആണ്. അതുകൊണ്ട് നമ്മൾ പ്രൈമറി സെക്ടറിനെ അഗ്രികൾച്ചർ സെക്ടർ എന്നും അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ എന്നും വിളിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, അതായത് കൃഷി അനുബന്ധ മേഖല എന്ന് നമ്മൾ പ്രാഥമിക മേഖലയെ വിളിക്കാറുണ്ട് അല്ലെ? കൃഷിയും അനുബന്ധ മേഖലയും. ഇനി സെക്കൻഡറി സെക്ടറിന്റെ പ്രത്യേകത എന്താ? സെക്കൻഡറി സെക്ടറിനകത്ത് എന്ത് പരിപാടിയാണ് നടക്കുന്നത്? സെക്കൻഡറി സെക്ടറിനകത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നടക്കുന്നത് വാല്യൂ അഡിഷൻ എന്ന് പറയുന്ന സംഗതിയാണ്. വാല്യൂ അഡിഷൻ എന്ന് വെച്ചാൽ മൂല്യവർദ്ധന. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഈ ഉരുളക്കിഴങ്ങിനെ ഒരു പ്രധാനപ്പെട്ട സാധനമാക്കി നമ്മൾ മാറ്റും, ലേസ് അല്ലെ? മുക്കാലും ഗ്യാസും കുറച്ച് ചിപ്സും ഉള്ള ലേസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും, നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുള്ള സാധനമായിരിക്കും. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നം, കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നത്തിനെ നമ്മൾ എന്തൊക്കെയോ പ്രോസസ്സിങ് കഴിഞ്ഞ് അതിനെ എന്താക്കി മാറ്റുന്നു? ലേസ് ആക്കി മാറ്റുന്നു.
ഇനി ഞാൻ നിങ്ങളടുത്ത് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. പൊട്ടറ്റോയുടെ അതേ വാല്യൂ ആണോ ലേസിന്? അതായത് പൊട്ടറ്റയ്ക്ക് കിട്ടുന്ന അതേ മൂല്യമാണോ ലേസ് വാങ്ങുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള വില എന്ന് പറയുന്നത്? അല്ല, വില ഉയർന്നിട്ടുണ്ട്. പൊട്ടറ്റോ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു സംതൃപ്തിയാണോ, നിങ്ങൾക്ക് യൂട്ടിലിറ്റി ആണോ ലേസ് കഴിക്കുമ്പോൾ കിട്ടുന്ന? അല്ല, ചിലർക്ക് കൂടുതൽ കിട്ടും അല്ലെ? പല ആൾക്കാർക്കും കൂടുതൽ കിട്ടാറുണ്ട്, കൂടുതൽ സംതൃപ്തി മനസ്സിന് കിട്ടാറുണ്ട് ലേസ് കഴിക്കുമ്പോൾ. അതിന്റെ അർത്ഥം എന്താ? ലേസ് എന്ന് പറയുന്ന സാധനത്തിന്റെ മൊത്തത്തിലുള്ള സ്വഭാവവും രൂപവും എല്ലാം തന്നെ മാറി. പൊട്ടറ്റോ എന്ന് പറയുന്ന സാധനത്തിന്റെ കംപ്ലീറ്റ് ലുക്കും സ്വഭാവവും എല്ലാം മാറിയാണ് ലേസ് ആയത് അല്ലെ? എന്തോ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ അത് ലേസ് ആയിട്ട് മാറി. അവിടെ എന്ത് ചെയ്തു? ലേസ് ആയിട്ട് മാറിയപ്പോൾ അതിന്റെ വാല്യൂ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയി. ഇതിനാണ് വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്. മൂല്യവർദ്ധന. ഒരു സാധനത്തിനെ മറ്റൊന്നാക്കി മാറ്റുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള നേച്ചർ ചേഞ്ച് ആകുന്നു, അതിന്റെ മൂല്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുന്നത്, ചേഞ്ച് വരുന്നത്. അതിനാണ് വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്. കോട്ടൺ, നമുക്ക് പരുത്തി എന്തായിട്ട് മാറുന്നു? പരുത്തി വസ്ത്രങ്ങൾ അല്ലെ? ഡ്രസ്സ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് യൂസ് ചെയ്യുന്ന പരുത്തി വസ്ത്രങ്ങളായിട്ട് മാറുന്നു. അപ്പം വെറും പരുത്തിക്ക് കിട്ടുന്ന വിലയാണോ വസ്ത്രങ്ങൾക്കല്ല? മൊത്തത്തിൽ എന്ത് ചെയ്തു? ചേഞ്ച് ആയി, വാല്യൂ അഡിഷൻ നടന്നു. ഇനി ചക്ക ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചക്ക ഉപയോഗിച്ച് നമ്മൾ പായസം ഉണ്ടാക്കും, ഐസ്ക്രീം ഉണ്ടാക്കും. അതുപോലെ തന്നെ ചക്ക കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചക്ക കൊണ്ട് പുട്ടുണ്ടാക്കുന്നവരുണ്ട്, ചക്ക കൊണ്ട് ചിപ്സ് ഉണ്ടാക്കുന്നവരുണ്ട്, ചക്ക കൊണ്ട് പല കറികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചക്ക പല രൂപങ്ങളിലോട്ട് മാറുന്നു, വാല്യൂ അഡിഷൻ സംഭവിക്കുന്നു. ചക്കയ്ക്കുള്ള അതേ വിലയാണോ ചക്ക ചിപ്സിനുള്ളത്? അല്ല, വ്യത്യാസം വന്നു അല്ലെ? വാല്യൂ അഡിഷൻ സംഭവിച്ചു. അപ്പൊ ഇത്തരത്തില് വാല്യൂ അഡിഷൻ എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുന്ന സെക്ടറാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്, ദ്വിതീയ മേഖല. അപ്പൊ സെക്കൻഡറി സെക്ടറിന്റെ പ്രത്യേകത എന്താ? ഇവിടെ വാല്യൂ അഡിഷൻ, എന്തോ ഒരു പ്രോസസ്സിംഗ് നടന്നിട്ട് ഒരു സാധനത്തിനെ മറ്റൊന്നാക്കി മാറ്റുക, വാല്യൂ അഡിഷൻ. അത് എവിടെയാണ് നടക്കുന്നത്? സെക്കൻഡറി സെക്ടർ. നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ഇൻഡസ്ട്രീസിലാണല്ലേ? ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ. അതുകൊണ്ട് തന്നെ സെക്കൻഡറി സെക്ടർ നമ്മൾ വ്യാവസായിക മേഖല എന്ന് പറയാറുണ്ട്, മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയാറുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വാല്യൂ അഡിഷൻ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു റോ മെറ്റീരിയൽസിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. അതിന്റെ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയാറുണ്ട്. ഇനി കൺസ്ട്രക്ഷൻ നോക്കിയേ, കൺസ്ട്രക്ഷൻ, നിർമ്മാണം, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് കെട്ടിപ്പൊക്കുന്നു, നിർമ്മാണ മേഖല. ഇലക്ട്രിസിറ്റി, കറണ്ട്, അത് ജലത്തിൽ നിന്നാകാം, കാറ്റിൽ നിന്നാകാം, എവിടുന്ന് വേണോ എന്ത് ചെയ്യുന്നു? വാല്യൂ അഡിഷൻ വഴി മറ്റൊരു സാധനം നിർമ്മിക്കുന്നു, ഇലക്ട്രിസിറ്റി ജനറേഷൻ. ഇതെല്ലാം തന്നെ സെക്കൻഡറി സെക്ടറിനകത്ത് വരുന്നതാണ്. മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് പ്രൈമറിയും സെക്കൻഡറി എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടർ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നു. സെക്കൻഡറി സെക്ടർ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് അതിനെ വേറൊരു സാധനമാക്കി മാറ്റുന്നു, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. സെക്കൻഡറി സെക്ടറിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതെല്ലാം തന്നെ ഇൻഡസ്ട്രീസിലായതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ മേഖലയുടെ പ്രത്യേകത എന്താ? ഇവർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പ്രൈമറി സെക്ടറിലും പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെക്കൻഡറി സെക്ടറിലും പ്രൊഡക്ഷൻ നടക്കുന്നു. ടെർഷ്യറി സെക്ടറിലോ പ്രൊഡക്ഷൻ ഒന്നും തന്നെ ഇല്ല. പകരം ഇവർ ചെയ്യുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് പ്രധാനമായിട്ടും സർവീസ് കൊടുക്കുക, എല്ലാവരെയും സേവിക്കുക. മനസ്സിലായോ? എല്ലാവർക്കും സേവനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ടെർഷ്യറി സെക്ടറിന്റെ പ്രത്യേകത. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കർഷകൻ, അദ്ദേഹം ഗോതമ്പ് കൃഷി ചെയ്യുന്ന കർഷകനാണ്. അദ്ദേഹം ഗോതമ്പ് കൃഷി ചെയ്തിട്ട് അവിടെ അദ്ദേഹത്തിന്റെ പാടത്ത് ഇങ്ങനെ ഇരുന്നാൽ അദ്ദേഹത്തിന് വരുമാനം കിട്ടുമോ? ഇല്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അല്ലെ? പുള്ളിക്ക് വരുമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഗോതമ്പിനെ എന്ത് ചെയ്യണം? ഇതൊരു ലോറിയാണെന്ന് വിചാരിക്കുക, ലോറി പോലെ ഇരിക്കുന്നില്ല അല്ലേ? ഇതെന്ത് ചെയ്യുക? ഒരു ലോറിയാണ്. ഈ ലോറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കയറ്റിയിട്ട് എന്ത് കൊണ്ടുപോകണം? മാർക്കറ്റിൽ എത്തിക്കണം അല്ലെ? മാർക്കറ്റിൽ എത്തിച്ച് ആൾക്കാർ മേടിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് വരുമാനം കിട്ടത്തുള്ളൂ, ആണല്ലോ? അപ്പൊ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഗോതമ്പ് ഒരു ലോറിക്കാരൻ ലോറി കയറ്റി, ട്രക്കിൽ കയറ്റിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു. അപ്പൊ ആ ട്രക്കുകാരൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ച കർഷകന് സഹായം, സേവനം കൊടുക്കുകയല്ലേ? ട്രാൻസ്പോർട്ടേഷൻ. അതെന്താണ്? ഇതൊരു സേവനമാണ്, ആണല്ലോ? അതുപോലെ തന്നെ മാർക്കറ്റിൽ എത്തിക്കുന്നു, മാർക്കറ്റിൽ വിൽക്കുന്നു, മാർക്കറ്റിംഗ്. അതെന്താ? സേവനമാണ്. ദെൻ കർഷകന്റെ കയ്യിൽ കാശൊന്നും ഇല്ലാത്ത കർഷകനാണ്, ഈ വർഷം കൃഷിയൊക്കെ ഇറക്കി ഭയങ്കര നഷ്ടത്തിലാണ്, കാശില്ലാത്ത പുള്ളിക്ക് അടുത്ത തവണ കൃഷി ഇറക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം. പുള്ളീനെ സഹായിക്കാൻ ആര് വരുന്നു? ബാങ്ക് വരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് വന്ന് പുള്ളീനെ സഹായിച്ചു വിചാരിക്കുക. അങ്ങനെ വന്നിട്ട് കരുവന്നൂർ സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി, പുള്ളീനെ എന്ത് ചെയ്തിട്ടുണ്ട്? കാശ് കൊടുത്ത് പുള്ളിക്ക് പൈസ കിട്ടി, പുള്ളി കൃഷി ഇറക്കി. അപ്പൊ ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു സേവനം അല്ലെ? ബാങ്കിങ് സെക്ടർ. അതുപോലെ ടെലികോം, ഇന്റർനെറ്റ്, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, ടൂറിസം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ എല്ലാം തന്നെ സേവനങ്ങളാണ്. മനസ്സിലായി? അവിടെ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല, ഗുഡ്സ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പകരം പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും എല്ലാം തന്നെ സേവനങ്ങൾ കൊടുക്കുന്നു. എഡ്യൂക്കേഷൻ സെക്ടർ നിങ്ങൾ ആലോചിച്ച് നോക്കി, അതൊരു സേവന മേഖലയല്ലേ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുന്നത്.
ഇപ്പൊ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുന്ന ഒരു സേവന മേഖലയാണ് അല്ലെ. ഓക്കെ, അപ്പോ അതുപോലെ ബാങ്കിങ് ഇതെല്ലാം തന്നെ